ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERT NCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. SCERT ക്ലാസ് നമ്മുടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. NCERT ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ ആദ്യം എടുത്തിരുന്നത് അല്ലേ. അതിൽ ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവിഷൻ ക്ലാസ്സും തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു, പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിലെല്ലാ ചാപ്റ്റേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതും എന്തായാലും ഈ ഒരു ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT NCERT ക്ലാസ്സുകൾ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ്സുകൾ നമ്മൾ 3 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ പോയി കാണാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വരുന്ന എല്ലാ പരീക്ഷകൾക്കും LDC ലാസ്റ്റ് ഗ്രേഡ് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് SCERT NCERT, പഴയ SCERT, പുതിയ SCERT പ്ലസ് NCERT പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അങ്ങനെ ഒരുമിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ +1 ഇന്ത്യൻ ജോഗ്രഫിയിൽ ആദ്യത്തെ 3 ചാപ്റ്റർ എന്തായിരുന്നു? ഇന്ത്യ സ്ഥാനം, ഘടനയും ഭൂപ്രകൃതിയും, നീരൊഴുക്ക് വ്യൂഹം അല്ലേ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കാലാവസ്ഥയാണ്. അടുത്ത ചാപ്റ്ററാണ് കാലാവസ്ഥ. നമുക്കറിയാം SCERTയിലും ഈ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ് തരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ എന്ന് പറയുന്നൊരു ഭാഗം വരുമ്പോൾ നമുക്ക് SCERTയും NCERTയും പ്രധാനമായിട്ടുള്ള വരുന്ന പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാം. അല്ലാതെ തന്നെ ചാപ്റ്റർ ഇപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ടും ക്ലാസ്സുകൾ വേണം എന്നുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് ആയിട്ട് അത് കാരണമാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കാലാവസ്ഥ എന്നാണ്. അപ്പോൾ NCERT ചാപ്റ്റേഴ്സൊക്കെ കുറച്ച് വെയ്ഡായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. എന്താ പറയുക, അതിൻ്റെ ക്ലാസ് ഞാനിതിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്? വേനൽക്കാലങ്ങളിൽ നാം ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ വേനൽക്കാലത്തും ശൈത്യകാലത്തും വ്യത്യസ്തമായ വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. വേനലിൽ നേർത്ത വസ്ത്രങ്ങളും ശൈത്യകാലങ്ങളിൽ കട്ടി കൂടിയ കമ്പിളി വസ്ത്രങ്ങളും ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദക്ഷിണേന്ത്യയിൽ ഇത്തരം കമ്പിളി വസ്ത്രങ്ങൾ ആവശ്യമായി വരുന്നില്ല. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കുന്നുകളിലൊഴികെ ശൈത്യകാലത്തിന് തീക്ഷ്ണത കുറവാണ്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ അന്തരീക്ഷ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് സംഭവിക്കുന്നത്. എന്താ പറയുന്നത്? നമുക്ക് വേനൽക്കാലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാം നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാരാണെങ്കിൽ വേനൽക്കാലത്തും ശൈത്യകാലത്തും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. ഇപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നെ ആയിരിക്കില്ല നമ്മൾ ശൈത്യകാലത്ത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ മാറുന്നത്? ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ എന്തുകൊണ്ടായിരിക്കും? അവിടെ നല്ല ചൂടായിരിക്കും അല്ലേ ഈ വേനൽക്കാലത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് വേറെ അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് അവർ ധരിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് അത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് അല്ലേ ഇവരിങ്ങനെ ഡ്രസ്സുകൾക്കൊക്കെ വ്യത്യാസം വരുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ്. ഇപ്പോൾ ശൈത്യകാലത്താണെങ്കിൽ കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്: താപനില, മർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, ആർദ്രത, വർഷപാതം എന്നീ വ്യത്യാസങ്ങൾ കാരണമൊക്കെയാണ് ഇങ്ങനെ ഡിഫറൻസ് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ദിനാന്തരീക്ഷ സ്ഥിതി ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കണം. ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയാണ് എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി എന്നത് പറയുന്നത് അല്ലേ. അതേസമയം ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. അപ്പോൾ എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഈ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. ഈ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കാം, ഒരു ദിവസത്തിനുള്ളിലോ ഒരാഴ്ചയ്ക്കുള്ളിലോ. എന്നാൽ കാലാവസ്ഥാ മാറ്റം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഓരോ ദിവസം വ്യത്യാസമായിരിക്കും അല്ലേ. എന്നാൽ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി പലപ്പോഴും 50-ലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് വ്യക്തമായി തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി മൺസൂണിനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്? മൗസം എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. കാലങ്ങൾക്കനുസരിച്ചുള്ള
കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിൻ്റെ ഗതി മാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ എന്ന് വെച്ചാൽ. മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്? കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിൻ്റെ ഗതി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥയാണ് മൺസൂൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് എന്താണ്? ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇത്തരത്തിലുള്ള മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മൺസൂൺ എന്ന് വെച്ചാൽ മൗസിം എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് ഈ മൺസൂൺ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുള്ളത്. കൂടുതലും എന്താണ്? കാറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മൺസൂൺ രൂപപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇത്തരത്തിലുള്ള മൺസൂൺ കാലാവസ്ഥ കാണപ്പെടുന്നുണ്ട്. ഇനി മൺസൂൺ കാലാവസ്ഥയിലെ ഏകത്വവും വൈവിധ്യവും. മൺസൂൺ കാലാവസ്ഥാ ക്രമം ഇന്ത്യയും മറ്റു തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളുമായുള്ള ഐക്യം ഉറപ്പിക്കുന്നു. എന്നാൽ മൺസൂൺ കാലാവസ്ഥ ഏകത്വം എന്ന ഈ വിശാലമായ കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തും മൺസൂണിൻ്റെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങളെ വിസ്മരിക്കാവുന്നതല്ല. ഉദാഹരണത്തിന് ഇന്ത്യയുടെ തെക്ക് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാലാവസ്ഥ വടക്ക് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും കാലാവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അല്ലേ. ഓരോ പ്രദേശങ്ങളിൽ എന്താണ്? വ്യത്യസ്തമാണ് കാലാവസ്ഥ. എന്നിരുന്നാലും ഈ പ്രദേശങ്ങളിലെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? മൺസൂൺ കാലാവസ്ഥ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ കാലാവസ്ഥയിൽ ധാരാളം പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ കാലാവസ്ഥയിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് എന്താണ്? കാറ്റിൻ്റെ ക്രമം, താപനില, വർഷണം, ഋതുഭേദങ്ങൾ, ഈർപ്പത്തിൻ്റെയും വരൾച്ചയുടെയും തോത് എന്നിവയെല്ലാം എന്താണ്? വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ. പ്രാദേശികമായ വൈവിധ്യങ്ങളാണ് മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. താപനിലയിലും കാറ്റ്, മഴ എന്നിവയിലുമുള്ള പ്രാദേശിക വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്കൊരു സൂക്ഷ്മ നിരീക്ഷണം നടത്താമെന്ന് പറയുന്നുണ്ട്. അതായത് ഓരോ ഭാഗത്തുണ്ടാകുന്ന താപനില ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. വേനലിൽ പലപ്പോഴും പടിഞ്ഞാറൻ രാജസ്ഥാനിലെ താപനില 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ ശൈത്യകാലത്ത് കാശ്മീരിലാണെങ്കിലോ -45 ഡിഗ്രി വരെ താഴും. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ചെരുവിൽ ജൂൺ മാസത്തിൽ ഒരു ദിവസം പകൽ സമയം 50 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുമ്പോൾ അതേ ദിവസം അരുണാചൽ പ്രദേശിൽ എത്രയാണ്? 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ താപനില വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യയിൽ സ്ഥലങ്ങൾ തോറും പ്രദേശങ്ങൾ തോറും താപനിലയിൽ കാലികമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു എന്നത് ഈ ഉദാഹരണങ്ങളിൽ നിന്നും ഉറപ്പിക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, നാം ഒരു സ്ഥലത്തെ ദൈനിക താപനില പരിശോധിക്കുകയാണെങ്കിൽ പോലും വ്യത്യാസങ്ങൾ കുറവായിരിക്കുകയില്ല. കേരളത്തിലും ആൻഡമാൻ നിക്കോബർ ദ്വീപിലും രാത്രിയും പകലും തമ്മിലുള്ള താപനിലയിലുള്ള വ്യത്യാസം ഏകദേശം 7-8 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ താർ മരുഭൂമിയിൽ നോക്കുകയാണെങ്കിലോ പകൽ സമയത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ രാത്രിയിൽ 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നുണ്ട്. ഇനി വർഷണത്തിലെ പ്രാദേശിക വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഹിമാലയ പ്രദേശത്ത് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മഴ ലഭിക്കും അല്ലേ. ഹിമാലയ പ്രദേശത്ത് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മഴയായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ വർഷണത്തിൻ്റെ വ്യത്യാസങ്ങളിൽ മാത്രമല്ല അതിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ പ്രകടമായിരിക്കും. ഇപ്പോൾ മേഘാലയയിലെ ഖാസി കുന്നുകളിലെ ചിറാപുഞ്ചിയിലും മൗസിൻറാമിലൊക്കെ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ രാജസ്ഥാനിലെ ജയ്സാൽമറിൽ നോക്കുകയാണെങ്കിലോ 9 സെൻറ്റിമീറ്ററിലും കൂടുതൽ മഴ ലഭിക്കുന്നേ ഉള്ളൂ. അപൂർവമായിട്ട് മാത്രമാണ് 9 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നുള്ളൂ. അവിടെ എന്താണ്? മഴ വളരെ കുറവാണ്. ഇനി മേഘാലയയിലെ ഗാരോ കുന്നുകളിലെ ടൂറയിൽ ഒരു ദിവസം മാത്രം ലഭിക്കുന്നത് ജയ്സാൽമറിൽ 10 വർഷം ലഭിക്കുന്ന മഴയ്ക്ക് ഏകദേശം തുല്യമാണെന്ന് പറയുന്നു. അതുപോലെ പശ്ചിമ ഹിമാലയത്തിലും പടിഞ്ഞാറൻ മരുഭൂമിയിലും വാർഷിക വർഷപാതം 10 സെൻറ്റിമീറ്റർ കുറവായിരിക്കുമ്പോൾ മേഘാലയയിൽ ഇത് 400 സെൻറ്റിമീറ്ററിലും കൂടുതലാണ്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും എല്ലായിടത്തും വ്യത്യസ്തമാണ് അല്ലേ. നമുക്ക് കാലാവസ്ഥയിൽ ഇപ്പോൾ വർഷണം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മഴയുടെ കാര്യം നോക്കുകയാണെങ്കിലും താപനിലയുടെ കാര്യം നോക്കുകയാണെങ്കിലും എല്ലായിടത്തും വ്യത്യസ്തമാണെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനിയും ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ കാലാവസ്ഥയെ നിരവധി ഘടകങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. സ്ഥാനം, ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. എന്തൊക്കെയാണ് കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? സ്ഥാനം, ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇത് പഠിച്ച് വെച്ചിരിക്കുക. സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അതുപോലെ അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളൊക്കെ
എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇതിൽ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, ഇതും SCERT കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ വരുന്നത്? അക്ഷാംശമാണ് അല്ലേ? അക്ഷാംശം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തരാക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കിഴക്ക് പടിഞ്ഞാറായി കടന്നു പോകുന്ന ഉത്തരായന രേഖ ഇന്ത്യയെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ? ഉത്തരായന രേഖ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്നു. ഇനി ഉത്തരായന രേഖയ്ക്ക് മുകൾ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷ്ണമേഖലയും മിതോഷ്ണ മേഖലയും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷ്ണമേഖലയിൽ മാത്രമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ വടക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഷ്ണമേഖലയുണ്ട്, മിതോഷ്ണ മേഖലയുണ്ട്. തെക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഉഷ്ണമേഖല മാത്രമാണുള്ളത് ഉത്തരായന രേഖയ്ക്ക് കേട്ടോ, ഉത്തരായന രേഖയ്ക്ക്. ഇനി ഭൂമധ്യരേഖയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരവും കുറഞ്ഞ വാർഷിക താപാന്തരവുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ടാണ് ഉത്തരായന രേഖ കാണപ്പെടുന്നുണ്ടായിരിക്കുക. അതിനാൽ തന്നെ എന്താണ്, ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയായിരിക്കും, കുറഞ്ഞ ദൈനിക താപാന്തരം അതുപോലെ തന്നെ കുറഞ്ഞ വാർഷിക താപാന്തരവുമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ അവ ഭൂമധ്യരേഖയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ദൈനികവും വാർഷികവുമായ ഉയർന്ന താപവ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. എന്താണ്, ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ ഭൂമധ്യരേഖയിൽ നിന്നും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ദൈനികവും വാർഷികവുമായ ഉയർന്ന താപവ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സ്ഥാനവുമായിട്ടില്ലേ, സ്ഥാനം ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ വരുന്നതാണ് അക്ഷാംശം എന്ന് വരുന്നത് അല്ലെ, അക്ഷാംശം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് അക്ഷാംശം. അക്ഷാംശം എന്ന് വെച്ചാൽ ഉത്തരായന രേഖയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഉഷ്ണമേഖലയുണ്ട്, മിതോഷ്ണ മേഖലയുണ്ട്. തെക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഉഷ്ണമേഖല മാത്രമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന കാരണം തന്നെ, ഉത്തരായന രേഖ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ആയിരിക്കുന്ന കാരണം തന്നെ എന്താണ്, അവിടെ ഈ എല്ലാം കുറവാണ് അല്ലേ? കുറഞ്ഞ ദൈനിക താപാന്തരമാണ്, കുറഞ്ഞ വാർഷിക താപാന്തരമാണ്. എന്നാൽ എന്താണ്, വർഷം മുഴുവൻ ഉയർന്ന താപനിലയാണ്. എന്നാൽ ദൈനിക താപാന്തരവും അതുപോലെ തന്നെ വാർഷിക താപാന്തരവും വളരെ കുറവാണ്. ഇനി ഹിമാലയ പർവ്വതം. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം തുടർ മലനിരകളും ചേർന്ന ഒരു ഫലപ്രദമായ കാലാവസ്ഥാ വിഭാജകം കൂടിയാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം തുടർ മലനിരകളും ചേർന്ന ഒരു ഫലപ്രദമായ കാലാവസ്ഥാ വിഭാജകമാണ്. ഹിമാലയ പർവ്വതം വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്നു. ഹിമാലയ പർവ്വതം എന്ത് ചെയ്യുന്നു? വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിച്ചിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്താണ്, മഴ പെയ്യിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലേ? ഇനി ഈ ശീതക്കാറ്റുകൾ ആർട്ടിക് വൃത്തത്തിനോടടുത്ത് ഉത്ഭവിച്ചിട്ട് മധ്യേഷ്യയിലേക്കും പൂർവേഷ്യയിലേക്കും വീശുന്നു. കൂടാതെ ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുക വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ മൺസൂൺ മഴ ലഭ്യമാകുന്നത് കൂടുതലായിട്ട് ഹിമാലയ പർവ്വതം ഈ കാറ്റുകളൊക്കെ തടഞ്ഞു നിർത്തുന്ന കാരണമാണ്. നെക്സ്റ്റ്, കരയുടെയും കടലിൻ്റെയും വിതരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ 3 ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്താലും വടക്കു ഭാഗം ഉയർന്നു നിൽക്കുന്ന തുടർച്ചയായ ഹിമാലയത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ 3 ഭാഗം എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് ഭാഗമാണെങ്കിൽ എന്താണ്? തുടർച്ചയായ ഹിമാലയമാണ് അല്ലേ? ഇനി കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂട് പിടിക്കുന്നുണ്ട്, വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നുണ്ട്. കടലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കര വേഗത്തിൽ ചൂട് പിടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യാം. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരം മർദ്ദ വ്യതിയാനം മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നു. ഇങ്ങനെ മർദ്ദ വ്യതിയാനം സംഭവിക്കുന്നത് മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ കരയുടെയും കടലിൻ്റെയും വിതരണം എന്താണ്? ഈ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 3 ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഹിമാലയമാണ്. ഇനി കടലിനെ അപേക്ഷിച്ച് കര നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരയ്ക്ക് എന്താണ്? കര വേഗത്തിൽ ചൂട് പിടിക്കുകയും ചെയ്യും, തണുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മർദ്ദ വ്യതിയാനം മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിനും കാരണമാകുന്നു. നെക്സ്റ്റ്, കടലിൽ നിന്നുള്ള അകലം. ഇന്ത്യയിൽ വിശാലമായതും നീളമേറിയതുമായ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വിശാലമായിട്ടുള്ള തീരപ്രദേശമുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അവിടെ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. എന്നാൽ
കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കടലിനടുത്ത് നോക്കുകയാണെങ്കിൽ മിതമായ കാലാവസ്ഥയായിരിക്കും, എന്നാൽ അകലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഉൾപ്രദേശത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ഇതിനാലാണ് കൊങ്കൺ തീരത്തും മുംബൈയിലുമുള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും അതുപോലെ തന്നെ ഋതുഭേദങ്ങളുടെ താളക്രമവും കൃത്യമായി അറിയാൻ സാധിക്കാത്തത്. അപ്പോൾ കൊങ്കൺ തീരം, മുംബൈയൊക്കെ അവിടെ എന്താണ് കറക്റ്റായിട്ട് ഈ ഒരു കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ താപനിലയിലുള്ള വ്യത്യാസം കറക്റ്റ് അറിയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്, ഇവ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി കിടക്കുന്നവയാണ്. അതിനാൽ തന്നെ അവിടെ എന്താണ് തീവ്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ കൊങ്കൺ തീരത്ത് മുംബൈയിലൊക്കെ ജനങ്ങൾക്ക് താപനില എത്രത്തോളം എത്രത്തോളം ചൂടുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇവർ തീരത്താണ് കിടക്കുന്നത്, അവിടെ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് എപ്പോഴും അനുഭവപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിനാൽ തന്നെ ഇവർക്ക് കറക്റ്റായിട്ട് എന്താ അറിയില്ല, മുംബൈയിലുള്ളവർക്കും കൊങ്കൺ തീരത്തുള്ളവർക്കൊന്നും ഇത്ര താപനിലയുടെ അസഹനീയതയെ കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല. ഇനി ഡൽഹി, കാൺപൂർ, അമൃത്സർ, രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലാവസ്ഥയിലെ കാലികമായ വ്യത്യാസം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട്. ഡൽഹിയും കാൺപൂറും അമൃത്സർ അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ എന്താണ് നല്ല ചൂട് കാലത്താണെങ്കിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലേ. ഇനി ഉയരം എന്താണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഉയരം കൂടുമ്പോൾ താപനില കുറഞ്ഞു വരുന്നു. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളേക്കാൾ തണുപ്പുള്ളവയായിരിക്കും. ഉയരമുള്ള പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, തണുപ്പ് കൂടുതലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഗ്രയും ഡാർജിലിംഗും ഒരേ അക്ഷാംശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ പോലും ജനുവരിയിലെ താപനില ആഗ്രയിൽ 10 ഡിഗ്രി സെൽഷ്യസും ഡാർജിലിംഗിൽ 4 ഡിഗ്രി സെൽഷ്യസുമാണ്. നെക്സ്റ്റ് ഭൂപ്രകൃതി. ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിൻ്റെ താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, മഴയുടെ അളവ്, വിതരണം തുടങ്ങിയവയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. സ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ഒന്ന് എന്താണ്, അക്ഷാംശം നമ്മൾ പറഞ്ഞു അല്ലേ. അക്ഷാംശം എന്ന് വെച്ചാൽ എന്താണ്, ഉത്തരായന രേഖയെ വെച്ചിട്ടാണ് നോക്കിയത്. കാരണം ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കിഴക്ക് പടിഞ്ഞാറായിട്ട് കടന്നു പോകുന്ന ഒരു ഭാഗമാണ് ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖ 2 ഭാഗങ്ങളായിട്ട് ഇന്ത്യയെ തിരിക്കുന്നുണ്ട്. ഇനി അതായത് വടക്ക് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ തെക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിലോ ഉഷ്ണ കാലാവസ്ഥ മാത്രമാണ് അനുഭവപ്പെടുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഹിമാലയ പർവ്വതം അല്ലേ. ഹിമാലയ പർവ്വതം എന്ന് വെച്ചാൽ എന്താണ്, ഇവ എന്താണ് കാറ്റിനൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് മൺസൂൺ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത് ഹിമാലയ പർവ്വത കാരണമാണ്. ഇനി കരയുടെയും കടലിൻ്റെയും വിതരണം എന്ന് വെച്ചാൽ എന്താണ്, സമീപ പ്രദേശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കടലും കരയും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കരയിലാണ് പെട്ടെന്ന് വേഗം ചൂട് പിടിക്കുന്നതും തണുക്കുന്നതൊക്കെ എന്താണ് പെട്ടെന്ന് കരയാണ്. അപ്പോൾ അതിലുള്ള വ്യത്യാസം എന്നാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള മർദ്ദ വ്യത്യാസങ്ങൾ കാരണം മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നുള്ള അകലം എന്താണ്, കടൽ തീരപ്രദേശത്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവിടെ മിതമായ കാലാവസ്ഥയായിരിക്കും എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഉൾഭാഗത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ അതെന്താണ്, ചൂടാണെങ്കിൽ ചൂട് കൂടും, അല്ലെങ്കിൽ ശൈത്യമാണെങ്കിൽ ശൈത്യം കൂടും. ഓക്കെ. അപ്പോൾ ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടലിനെ വെച്ചിട്ട് കടലിൻ്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ചൂടിൻ്റെ അസഹനതയെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഉൾപ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ താപനിലയാണെന്നുണ്ടെങ്കിലും അതാണെന്നുണ്ടെങ്കിലും എന്തായിരിക്കും, നന്നായിട്ട് കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഉയരമാണ്. ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, താപനില കുറഞ്ഞു വരും അല്ലേ. ഇനി നെക്സ്റ്റ് ഭൂപ്രകൃതി. ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിൻ്റെ താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, മഴയുടെ അളവ്, വിതരണം തുടങ്ങിയവയെ സ്വാധീനിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെയും അസമിൻ്റെയും കാറ്റിന് അഭിമുഖമായ ഭാഗങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ മഴ ലഭിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മറുചെരിവിൽ ഉൾപ്പെടുന്ന പീഠഭൂമിയുടെ തെക്ക് ഭാഗങ്ങളിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്താ പറയുന്നത്, പശ്ചിമഘട്ട മലനിരകളുടെയും അസാമിൻ്റെയും കാറ്റിന് അഭിമുഖമായിട്ടുള്ള ഭാഗങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ നന്നായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ മറുചെരിവിൽ മറുഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പീഠഭൂമിയുടെ തെക്ക് ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥാ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് താഴെ നൽകിയിരിക്കുന്ന 3 ഘടകങ്ങളുടെയും പ്രവർത്തന രീതി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഭൂമിയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിൻ്റെയും കാറ്റുകളുടെയും വിതരണം. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന
ഉന്നത തല ചംക്രമണവും വിവിധ വായുസഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവ്, ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന പശ്ചിമ ചക്രവാതങ്ങളുടെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെയും ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അന്തരീക്ഷ മർദ്ദത്തിനെയും കാറ്റുകളുടെയും വിതരണം, അതുപോലെ തന്നെ ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഈ വായുസഞ്ചയങ്ങൾ, ജെറ്റ് പ്രവാഹങ്ങളുടെ ഒക്കെ കടന്നുവരവ്, പിന്നെ എന്തൊക്കെയാണ് ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത എന്നിവയൊക്കെ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെയും ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ വേനൽക്കാലത്തെയും ശൈത്യകാലത്തെയും അടിസ്ഥാനമാക്കി ഈ 3 ഘടകങ്ങളുടെയും പ്രവർത്തന രീതി കൂടുതൽ മനസ്സിലാക്കാം. ശൈത്യകാലത്തെ കാലാവസ്ഥയാണ് ആദ്യം പറയുന്നത്. ഉപരിതല മർദ്ദവും കാറ്റുകളും. ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്താലായിരിക്കും. ശീതകാല മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്താലാണ്. അതായത് ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് മാറി ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടും. എന്നാണ് ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരയ്ക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായുപ്രവാഹം സൃഷ്ടിക്കുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരയ്ക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായുപ്രവാഹം സൃഷ്ടിക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റായിട്ട് എവിടേക്ക് വീശുന്നു? ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലേക്ക് വീശുന്നു. ഈ വൻകര കാറ്റുകൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യവാദങ്ങളുമായി സമ്പർക്കത്തിലാക്കുന്നു. ഈ സമ്പർക്ക മേഖല എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളവയല്ല. അപൂർവമായി ഇത് കൂടുതൽ പൂർവ്വ ദിക്കിലേക്ക് മാറുകയും മധ്യഗംഗാതടം വരെ എത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി മധ്യഗംഗാതടം വരെയുള്ള മുഴുവൻ ഉത്തരേന്ത്യയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും വരണ്ട വടക്ക് പടിഞ്ഞാറൻ ശീതക്കാറ്റിനെയും സ്വാധീനത്തിലാകുന്നു. ഇവിടെ എന്താ പറയുന്നത്? ശൈത്യകാലത്തെ കാലാവസ്ഥയിൽ ഉപരിതല മർദ്ദവും കാറ്റും പറഞ്ഞു. അതായത് ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്താലാണ്. അതായത് ശൈത്യകാലത്ത് നോക്കുകയാണെങ്കിൽ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് മാറിയിട്ട് അവിടെ എന്താണ് ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നുണ്ട്. ഈ ഉച്ചമർദ്ദ കേന്ദ്രം തെക്കോട്ടേക്ക് ഇങ്ങനെ വായുപ്രവാഹം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നു. ഈ വൻകര കാറ്റുകൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യവാദങ്ങളുമായിട്ട് സമ്പർക്കത്തിലാകും. ഈ വീശിയിട്ടുള്ള കാറ്റുകളുണ്ടല്ലോ, ഈ വൻകര കാറ്റുകൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വാണിജ്യവാദങ്ങളുമായിട്ട് സമ്പർക്കത്തിലാകും. ഈ സമ്പർക്ക മേഖല എപ്പോഴും സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല. കാരണം എന്താണ്? അപൂർവമായിട്ട് ഇത് എങ്ങോട്ടേക്കൊക്കെ മാറാറുണ്ട്, പൂർവ്വ ദിക്കിലേക്ക് മാറാറുണ്ട്. അതുപോലെ തന്നെ മധ്യഗംഗാതടം വരെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി മധ്യഗംഗാതടം വരെയുള്ള മുഴുവൻ ഉത്തരേന്ത്യയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും വരണ്ട വടക്ക് പടിഞ്ഞാറൻ ശീതക്കാറ്റിനെ സ്വാധീനത്തിലാകുന്നു. നെക്സ്റ്റ് ജെറ്റ് പ്രവാഹങ്ങളും ഉന്നതതല വായു സംക്രമണവും. ഇതുവരെ ചർച്ച ചെയ്ത മുഴുവൻ ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷത്തിൻ്റെ വായു സംക്രമണങ്ങളെ കുറിച്ചിട്ടാണ്. എന്നാൽ വ്യത്യസ്തമായ വായുപ്രവാഹമാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉപരിഭാഗങ്ങളിൽ ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലത്തിലെ വായുപ്രവാഹങ്ങൾ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്താലായിരിക്കും. എന്താ പറയുന്നത്? പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്താലാണ്. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്നു. ഇവയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ട്രോപ്പോസ്ഫിയറിലാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത്. അതായത് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലത്തിലെ വായുപ്രവാഹത്തിൽ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് പ്രാധാന്യമൊന്നുമില്ല. പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്താലാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലും മധ്യേഷ്യൻ പ്രദേശങ്ങളിലും എങ്ങനെയാണ് 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് വീശുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനം കാരണമാണ്. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്നു. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായിട്ട് വീശുന്നുണ്ട്. അതിനാൽ തന്നെ ഇവ എന്നറിയപ്പെടുന്നു ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ടിബറ്റൻ ഉന്നതതടം ജെറ്റ് പ്രവാഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ ഒരു മാർഗ തടസ്സമായി നിലകൊണ്ട് ഇവയെ 2 ശാഖകളായിട്ട് വിഭജിക്കുന്നു. അപ്പോൾ ടിബറ്റൻ
ഉന്നതതടം, ടിബറ്റൻ ഉന്നതതടം ഇവ എന്ത് ചെയ്യുന്നു? 2 ശാഖകളായിട്ട് വിഭജിക്കുന്നുണ്ട്. ഇതിലൊരു ശാഖ ടിബറ്റൻ ഉന്നതതടത്തിന് വടക്ക് ഭാഗത്തോടി സഞ്ചരിക്കും. ഒരു ശാഖ ടിബറ്റൻ വടക്ക് ഭാഗത്തോടി, ടിബറ്റിൻ്റെ ഉന്നതതടത്തിന് വടക്ക് ഭാഗത്തോടി സഞ്ചരിക്കും. അതേസമയം തെക്കൻ ശാഖയാണെങ്കിലോ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ വടക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാഖ ടിബറ്റൻ ഉന്നതതടത്തിന് വടക്ക് ഭാഗത്തോടി സഞ്ചരിക്കും. തെക്കൻ ശാഖയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നും കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കും. ഫെബ്രുവരി മാസത്തിൽ ഇവ ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലൂടെ 200 മുതൽ 300 MB മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലൂടെ വീശുന്നു. ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിൽ ശൈത്യകാല കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ സ്വാധീനമുണ്ടെന്ന് കണക്കാക്കുന്നു. ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിലെ ശൈത്യകാലാവസ്ഥയിൽ പ്രധാനമായിട്ടും പങ്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താ പറയുന്നത് ഇവിടെ? ജെറ്റ് പ്രവാഹങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറിലാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കുന്ന പടിഞ്ഞാറോട്ട് വീശുന്ന, അതായത് എത്ര കിലോമീറ്റർ ആണ്? 9 മുതൽ 13 കിലോമീറ്റർ വരെ വീശുന്ന ഈ കാറ്റുകളുടെ, പശ്ചിമ കാറ്റുകളുടെ സ്വാധീന ഫലമായിട്ടാണ് പശ്ചിമകാറ്റുകളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ഹിമാലയൻ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റ് പീഠഭൂമിക്ക് ഇത് സമാന്തരമായിട്ട് വീശുന്നുണ്ട്. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായിട്ട് വീശുന്നുണ്ട്. ഇതിനെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ ടിബറ്റൻ മധ്യ ഉന്നതതടമാണെന്നുണ്ടെങ്കിൽ, മധ്യമല്ല ടിബറ്റൻ ഉന്നതതടമാണെന്നുണ്ടെങ്കിൽ ഇവ 2 ശാഖകളായിട്ട് തിരിക്കുന്നുണ്ട്. വടക്കൻ ശാഖ എന്ന് പറയുന്നത് വടക്ക് ടിബറ്റിൻ ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ തെക്കൻ ശാഖയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ പോയിട്ട് കിഴക്ക് ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടും പങ്കുണ്ട്. നെക്സ്റ്റ്, പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നു. എന്താ പറയുന്നത്? ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ശൈത്യകാല മാസങ്ങളിൽ എവിടെയാണ്? മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ കാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായി ഈ ചക്രവാതങ്ങളുടെ നേരത്തെയുള്ള വരവറിയിക്കുന്നു. ഈ കാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായി ഈ ചക്രവാതങ്ങളുടെ നേരത്തെയുള്ള വരവറിയിക്കുന്നു. അപ്പോൾ എന്താണ്? പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് പറഞ്ഞത്. ശൈത്യകാല മാസങ്ങളിലാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എന്താണ്? പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ കാലയളവിൽ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായിട്ട് ഈ ചക്രവാതങ്ങളുടെ വരവാണ് അറിയിക്കുന്നത്. ഈ സമയത്ത് രാത്രികാല താപനിലയിൽ എന്ത് സംഭവിക്കും? ഉയർച്ച ഉണ്ടായിരിക്കില്ലേ? ഉയർന്ന താപനിലയായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു. ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും എന്ത് രൂപം കൊള്ളുന്നുണ്ട്? ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗത കൂടിയവയും ശക്തിയേറിയ മഴയോട് കൂടിയവയുമായിരിക്കും. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗത കൂടുതലാണ്, അതുപോലെ തന്നെ എന്താണ്? ശക്തിയേറിയിട്ടുള്ള മഴ ഉണ്ടായിരിക്കും. ഇവ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങളിലാണ് നന്നായിട്ട് ആഞ്ഞടിക്കേണ്ടത്. പിന്നെ എന്താണ്? വേഗതയേറിയ കാറ്റും ശക്തിയായ മഴയും കാരണം ഇവയിൽ മിക്കവയും അതിവിനാശകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ശൈത്യകാലത്തെ കാലാവസ്ഥയെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞു ഉപരിതല മർദ്ദവും കാറ്റുകളും. മർദ്ദം എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ അതിൽ ജെറ്റ് പ്രവാഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പശ്ചിമ അസ്വസ്ഥതകളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? വേനൽക്കാലത്തെ കാലാവസ്ഥയാണ്. വേനൽക്കാല ആരംഭത്തോടെ സൂര്യൻ്റെ സ്ഥാനം വടക്കോട്ട് മാറുന്നു. വേനൽക്കാലം ആരംഭിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം എങ്ങോട്ട് മാറും? വടക്കോട്ട് പോകും അല്ലേ? തൽഫലമായി ഉപഭൂഖണ്ഡത്തിൻ്റെ ഉപരിതലത്തിലെയും ഉയർന്ന തലങ്ങളിലെയും വായു സഞ്ചാരത്തിന് പ്രകടമായ ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ജൂലൈ മധ്യത്തോടു കൂടി ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല ഹിമാലയത്തിന് സമാന്തരമായി 20 മുതൽ 25 ഡിഗ്രി വടക്ക് അക്ഷാംശ ദിശയിലേക്ക് നീങ്ങുന്നു. ജൂലൈ മാസം പകുതിയാകുമ്പോൾ ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല എങ്ങോട്ടേക്ക് നീങ്ങും? ഹിമാലയത്തിന് സമാന്തരമായിട്ട് അക്ഷാംശം എത്രയാണ്? 20 മുതൽ 25 ഡിഗ്രി വരെ വടക്ക് അക്ഷാംശ ദിശയിലേക്ക് നീങ്ങണം. ഈ സമയത്തോടെ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്തു നിന്നും പിൻവാങ്ങുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും? പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്തു നിന്ന് പിൻവാങ്ങും. അപ്പോൾ വേനൽക്കാലം ആരംഭിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം വടക്കോട്ടേക്ക് പോകും.
അതിൻ്റെ ഫലമായിട്ട് ഭൂഖണ്ഡത്തിൻ്റെ ഉപരിതലത്തിലെയും ഉയർന്ന തലങ്ങളിലും വായുസഞ്ചാരത്തിന് എന്താ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് ജൂലൈ മധ്യത്തോടു കൂടി ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല, അതായത് ITCZ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എങ്ങോട്ടേക്ക് ഹിമാലയത്തിന് സമാന്തരമായിട്ട് നീങ്ങും. എത്ര ഡിഗ്രിയാണ്? 20 മുതൽ 25 ഡിഗ്രി വരെ അക്ഷാംശ ദിശയിലേക്ക് നീങ്ങും. ഈ സമയം പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് പിൻവാങ്ങും. ഇനി ഈ ICTZ-ന്റെ വടക്കോട്ടുള്ള മാറ്റവും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നുള്ള ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ തമ്മിൽ ഒരു കാര്യകാരണ ബന്ധവും നിലനിൽക്കുന്നു. അതായത് ITCZ എന്നത് ഒരു ന്യൂനമർദ്ദ മേഖലയായതിനാൽ ഇവ വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റുകളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ITCZ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂനമർദ്ദ മേഖലയാണ്. ന്യൂനമർദ്ദ മേഖല ആയതിനാൽ തന്നെ വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റുകളെ ആകർഷിക്കുന്നുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉഷ്ണമേഖലാ സമുദ്രവായു സഞ്ചയം ഭൂമധ്യരേഖ കടക്കുന്നതോടുകൂടി തെക്ക് പടിഞ്ഞാറൻ കാറ്റായി ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ആർദ്രതയാർന്ന ഈ വായുപ്രവാഹമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ITCZ എന്ന് പറയുന്നത് ന്യൂനമർദ്ദ മേഖലയായതിനാൽ തന്നെ മറ്റു കാറ്റുകളൊക്കെ ആകർഷിക്കുന്നുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉഷ്ണമേഖലാ സമുദ്രവായു സഞ്ചയം ഭൂമധ്യരേഖ കടക്കുന്നതോടുകൂടി തെക്ക് പടിഞ്ഞാറൻ കാറ്റായിട്ട് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് പിന്നീട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അവിടുത്തെ വായുപ്രവാഹത്തെയാണ് ആർദ്രതയുള്ള വായുപ്രവാഹത്തെയാണെന്ന് പറയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞതാണ് ITCZ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അല്ലേ. ITCZ എന്ന് പറയുന്നത് ഹിമാലയത്തിന് സമാന്തരമായിട്ട് വടക്ക് അക്ഷാംശ ദിശയിലേക്ക് നീങ്ങുന്നുണ്ട്. ആ സമയത്ത് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളും പിൻവാങ്ങുന്നുണ്ട്. ഇങ്ങനെ ICTZ വടക്കോട്ട് പോകുമ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതായത് ITCZ എന്ന് പറയുന്നത് ന്യൂനമർദ്ദ മേഖലയാണ്. ഈ ന്യൂനമർദ്ദ മേഖല ആയതിനാൽ തന്നെ മറ്റു കാറ്റുകളൊക്കെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉഷ്ണ മേഖലാ സമുദ്രവായു ഈ ഭൂമധ്യരേഖ കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? തെക്ക് പടിഞ്ഞാറൻ കാറ്റായിട്ട് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശും. ഇതാണ് പിന്നീട് എന്തായിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ജെറ്റ് പ്രവാഹവും ഉന്നതതല വായു സംക്രമണവും. മുകളിൽ വിശദീകരിച്ചിട്ടുള്ള വായുമർദ്ദവും കാറ്റുകളും ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് രൂപപ്പെടുന്നത്. വായുമർദ്ദം ആണെങ്കിലും ജെറ്റ് പ്രവാഹങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിലാണ് രൂപപ്പെടുന്നത് അല്ലേ. ജൂൺ മാസത്തിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലുള്ള ഒരു കിഴക്കൻ ജെറ്റ് പ്രവാഹം ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നു. എന്താണ്? ജൂൺ മാസത്തിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലുള്ള ഒരു കിഴക്കൻ ജെറ്റ് പ്രവാഹം ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നുണ്ട്. ആഗസ്റ്റ് മാസത്തിലോ ഇത് 15 ഡിഗ്രി വടക്കും സെപ്റ്റംബർ മാസത്തിൽ 22 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിന് മുകളിലുമായിട്ട് സഞ്ചരിക്കുന്നു. സാധാരണയായി കിഴക്കൻ കാറ്റുകൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്ത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനപ്പുറം വ്യാപിക്കുന്നില്ല. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് ജെറ്റ് പ്രവാഹങ്ങളും അതുപോലെ തന്നെ ഈ വായുമർദ്ദം കാറ്റുകളൊക്കെ കാണപ്പെടുന്നത്. ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹം ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗത്തു കൂടി സഞ്ചരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 15 ഡിഗ്രി വടക്കും സെപ്റ്റംബർ മാസത്തിൽ നോക്കുകയാണെങ്കിലോ 22 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിന് മുകളിലുമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റുകൾ സാധാരണയായിട്ട് അന്തരീക്ഷത്തിന് മുകൾ ഭാഗത്ത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനപ്പുറം വ്യാപിക്കുന്നില്ല എന്നും പറയുന്നു. ഇനി കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്നു. ഈ ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺസൂൺ മഴയുടെ വിതരണത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയെ സഞ്ചാര പദത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഈ ന്യൂനമർദ്ദങ്ങളുടെ ആവർത്തനം, വരവ്, ഗതി, തീവ്രത എന്നിവയെല്ലാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയുടെ വിതരണ രീതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയുടെ സഞ്ചാരപഥത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായി ഉള്ളത്. അതുപോലെ തന്നെ ഈ ന്യൂനമർദ്ദങ്ങളുടെ ആവർത്തനം, വരവ്, ഗതി, തീവ്രത എന്നിവയെല്ലാം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വിതരണത്തിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി എന്താണ് അന്തരുഷ്ണമേഖലാ സംക്രമണ മേഖല ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ITCZ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. എന്താണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേർന്ന
ഒരു ന്യൂനമർദ്ദ മേഖലയാണ് എന്തെന്ന് പറയുന്നത് അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ് അന്തർ ഉഷ്ണ മേഖല സംക്രമണ മേഖല. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നു. ഇവിടെ എന്താണ് വായു മുകളിലേക്ക് ഉയരുന്നു. ജൂലൈ മാസത്തിൽ ITCZന്റെ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമുദ്രത്തിന് മുകളിലായിട്ടായിരിക്കും. ജൂലൈ മാസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ITCZന്റെ സ്ഥാനം എവിടെയാണ്? 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമുദ്രത്തിന് മുകളിലായിട്ടാണ്. ഇതിനെയാണ് മൺസൂൺ തടം എന്നറിയപ്പെടുന്നത്. ഇതാണ് മൺസൂൺ തടം. ഈ മൺസൂൺ തടം വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നതിന് പ്രചോദനമാകുന്നു. ഈ മൺസൂൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ITCZന്റെ സ്ഥാനമാറ്റത്തോടെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് ബലം മൂലം 40 ഡിഗ്രി 60 ഡിഗ്രി പൂർവ്വരേഖാംശങ്ങൾക്കിടയിൽ ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിൽ വീശുവാൻ തുടങ്ങുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നത്. അപ്പോൾ ITCZന്റെ സ്ഥാനം മാറുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ ഈ കോറിയോലിസ് പ്രവാഹമണ്ണിലെ ഈ കോറിയോലിസ് ബലമുണ്ടല്ലോ, ഈ കോറിയോലിസ് ബലം മൂലം 40 മുതൽ 60 ഡിഗ്രി വരെ പൂർവ്വരേഖാംശങ്ങൾക്കിടയിൽ ഭൂമധ്യരേഖ മറികടന്നിട്ട് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശുവാൻ തുടങ്ങുന്നുണ്ട്. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഇവയാണ് എന്തായിട്ട് മാറുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നത്. ശൈത്യകാലത്ത് ITCZ തെക്ക് ഭാഗത്തേക്ക് മാറുന്നു. തൽഫലമായി കാറ്റിൻ്റെ ദിശ വിപരീതമായി വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. ഇവയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അതിന് ഫലമായിട്ട് കാറ്റിൻ്റെ ദിശ വിപരീതമായിട്ട് വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. അവയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പം അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ന്യൂനമർദ്ദ മേഖലയാണ് അല്ലേ. ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നുണ്ട്. ജൂലൈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ITCZന്റെ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമുദ്രത്തിന് മുകളിലായിട്ടാണ്. ഇതിനാൽ തന്നെ ഈ ഒരു ഭാഗത്തെയാണ് മൺസൂൺ തടം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മൺസൂൺ തടം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. ഇനി ITCZന്റെ സ്ഥാനം മാറുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ നോക്കുകയാണെങ്കിൽ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് ബലം മൂലം എന്ത് സംഭവിക്കും? ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് വീശുവാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ശൈത്യകാലത്ത് നോക്കുകയാണെങ്കിലോ ഈ ITCZ തെക്ക് ഭാഗത്തേക്ക് മാറും. തൽഫലമായിട്ട് കാറ്റിൻ്റെ ദിശ വിപരീതമായിട്ട് വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്. അപ്പോൾ അതിനെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവം. സുപരിചിതമാണെങ്കിലും അല്പം മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് മൺസൂൺ. നൂറ്റാണ്ടുകളായി നിരീക്ഷണങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും മൺസൂൺ എന്നത് ശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്ന ഒരു പ്രതിഭാസമാണ്. മൺസൂണിൻ്റെ യഥാർത്ഥ സ്വഭാവവും കാരണവും കണ്ടെത്തുന്നതിന് ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു സിദ്ധാന്തത്തിന് പോലും മൺസൂണിനെ പൂർണ്ണമായിട്ട് വിവരിക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മൺസൂണിനെ കുറിച്ചിട്ട് നമുക്കറിയാമെന്നുണ്ടെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദക്ഷിണേഷ്യൻ പ്രദേശങ്ങളിലെ മഴയുടെ കാരണങ്ങളെക്കുറിച്ച് വ്യവസ്ഥാപിതമായ പഠനം മൺസൂണിൻ്റെ കാരണങ്ങളെയും സവിശേഷതകളെയും സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് ഏറെ സഹായകമായി. ഇതിൽ പ്രധാനമായത് മൺസൂണിൻ്റെ ആരംഭം, മഴക്കാറ്റുകൾ, മൺസൂണിലെ ഇടവേളയാണ്. മഴക്കാറ്റുകൾ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും അവയുടെ ആവർത്തനവും മൺസൂൺ മഴയും തമ്മിലുള്ള ബന്ധമാണ് ഈ മഴക്കാറ്റുകളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മൺസൂണിൻ്റെ ആരംഭം? വേനൽക്കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് പ്രവഹിക്കുന്നതിന് കാരണം. അപ്പോൾ എന്താണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? വേനൽക്കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂടാവുന്നതും തണുക്കുന്നതുമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ അങ്ങനെയാണ് ആദ്യം കരുതപ്പെട്ടിരുന്നത്. പിന്നീട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യൻ്റെ നേർരേഖയിലുള്ള രശ്മികൾ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കുന്നതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കുള്ള വിസ്തൃതമായ കരഭാഗം അതിയായി ചൂടുപിടിക്കണം. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഭൂമധ്യരേഖയ്ക്ക് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ ആ ഭാഗം നന്നായിട്ട് ചൂടുപിടിക്കും അല്ലേ. ഇത് ഭൂഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഇത് ഉപദ്വീപ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് പറയുന്നത്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെടാൻ കാരണമാകും. ഇതേ സമയം ജലം സാവധാനം ചൂടാകുന്നതിനാൽ കരകൾക്ക് തെക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക് ഉച്ചമർദ്ദമായിരിക്കും. ആ സമയത്ത് തന്നെ
ഉപരിതലം എന്താണ് പറയുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് ചൂടാകുന്നത്. അതിനാൽ തന്നെ ഈ കരയുടെ തെക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്ത് ഉച്ചമർദ്ദമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താപനില കൂടുതലാണ്. ആ താപനില ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിട്ടാണ് സൂര്യൻ ഉണ്ടായിരിക്കുക. അതിനാൽ തന്നെ അവിടെ എന്താണ്, ന്യൂനമർദ്ദമാണ് രൂപപ്പെടുന്നത് അല്ലേ. പിന്നെ ഇതേ സമയം തന്നെ നമ്മൾ കടലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ജലം എന്ന് പറയുന്നത് ഭയങ്കര എന്താണ്, സ്ലോ ആയിട്ടാണ് ചൂടാകുന്നത്. അതിനാൽ തന്നെ അവിടെ ഉച്ചമർദ്ദമായിരിക്കും. ഈ ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ മധ്യരേഖയ്ക്ക് അപ്പുറത്തേക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്തേക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ITCZ വടക്കോട്ട് മാറുന്നതിന് സഹായകമാക്കുന്നു. അപ്പോൾ ഈ ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ മധ്യരേഖയ്ക്ക് അപ്പുറത്തേക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ഇത് ITCZ വടക്കോട്ട് മാറുന്നതിന് സഹായകമാകുന്നു. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ച് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഉത്തരായനരേഖയ്ക്ക് നേർ മുകളിലാണ് എന്തുണ്ടായിരിക്കുക, സൂര്യൻ ഉണ്ടായിരിക്കുക. അതിനാൽ തന്നെ അവിടെ നന്നായിട്ട് ചൂട് പിടിക്കുന്നുണ്ടായിരിക്കും കര. ഇനി അതേസമയം തന്നെ ജലത്തിൻ്റെ എന്താണ്, കടലിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ചൂട് പിടിക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്, സാവധാനമാണ്. അതിനാൽ തന്നെ അവിടെ എന്താണ്, ഉച്ചമർദ്ദമാണ് രൂപപ്പെടുന്നത്. ഇനി ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്ത് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, ഈ ന്യൂനമർദ്ദങ്ങളൊക്കെ ഈ മധ്യരേഖ ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്തേക്ക് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ ITCZ എങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, വടക്കോട്ട് മാറുന്നതിന് കാരണമാകുന്നുണ്ട്. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ചിട്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തും. ഇതിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇവ 40 മുതൽ 60 ഡിഗ്രി പൂർവ്വ രേഖാംശങ്ങൾക്ക് മധ്യേയാണ് ഭൂമധ്യരേഖ മറികടക്കുന്നത്. ITCZന്റെ സ്ഥാനമാറ്റം ഹിമാലയത്തിന് തെക്ക് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് നിന്ന് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ പറയുന്നത്, ഇവ 40 മുതൽ 60 ഡിഗ്രി പൂർവ്വ രേഖാംശങ്ങൾക്ക് മധ്യയാണ് ഭൂമധ്യരേഖ മറികടക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ITCZ സ്ഥാനം മാറുന്നുണ്ടല്ലോ. ഈ സ്ഥാനമാറ്റം ഹിമാലയത്തിൻ്റെ തെക്ക് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് നിന്ന് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നുണ്ട്. ഇനി പശ്ചിമ ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷം മാത്രമാണ് 15 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് പൂർവ്വ ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നത്. പശ്ചിമ ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷമാണ് 15 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് പൂർവ്വ ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നത്. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് അഥവാ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം. ഈ ജെറ്റ് പ്രവാഹങ്ങളാണ് മൺസൂണിൻ്റെ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, മൺസൂണിൻ്റെ ആരംഭം ക്ലിയർ ആയിരുന്നില്ല അല്ലേ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉത്തരായനരേഖയ്ക്ക് നേർഭാഗത്തായിട്ടായിരിക്കും, നേർമുകളിലായിട്ടായിരിക്കും സൂര്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനാൽ തന്നെ അവിടെ നന്നായിട്ട് ചൂട് പിടിക്കും. സമുദ്രഭാഗത്താണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അവിടെ ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. ഇനി സമുദ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചൂട് പിടിക്കുന്നുണ്ടായിരിക്കുക. അതിനാൽ തന്നെ അവിടെ എന്തായിരിക്കും, ഉച്ചമർദ്ദമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളൊക്കെ ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ITCZന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ITCZ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ITCZ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ചിട്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നുണ്ട്. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 40 ഡിഗ്രി മുതൽ 60 ഡിഗ്രി പൂർവ്വ രേഖാംശങ്ങൾക്ക് ഇടയിലായിട്ടാണ് ഇവ മാറുന്നത്. ITCZന്റെ സ്ഥാനം മാറ്റം ഹിമാലയത്തിന് തെക്ക് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് നിന്ന് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നുണ്ട്. ആ പശ്ചിമ ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷം 15 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് പൂർവ്വ ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് കാരണമാകുന്നത്. നെക്സ്റ്റ്, മൺസൂണിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ാം തീയതിയോടെ കേരള തീരത്തെത്തുകയും വളരെ വേഗത്തിൽ വ്യാപിച്ച് ജൂൺ 10-നും 13-നും മധ്യേ മുംബൈ തീരത്തും കൊൽക്കത്തയിലും എത്തുന്നു. എന്താ പറയുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ാം തീയതിയോടെ കേരള തീരത്തേക്ക് എത്തുന്നുണ്ട്. അതുപോലെ വളരെ വേഗത്തിൽ വ്യാപിച്ച് ജൂൺ 10-നും 13-നും മധ്യേ മുംബൈ തീരത്തും കൊൽക്കത്തയിലേക്കും എത്തുന്നു. ജൂലൈ മധ്യത്തോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. ജൂലൈ മധ്യമാകുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. അപ്പോൾ മൺസൂണിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനമാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ കേരള തീരത്തെത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ ഇത് വ്യാപിച്ചിട്ട് ജൂൺ 10-നും 13-നും ഇടയിലായിട്ട് മധ്യ മുംബൈ തീരത്തും കൊൽക്കത്തയിലേക്കും എത്തുന്നു. ജൂലൈ മധ്യത്തോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. നെക്സ്റ്റ്, എൽ നിനോയും ഇന്ത്യൻ മൺസൂണും. ഓരോ 3 മുതൽ 7 വർഷത്തിലുമൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ.
അപ്പോൾ എൽനിനോ എന്ന് വെച്ചാൽ ഓരോ 3 മുതൽ 7 വർഷത്തിൽ വരെയാണ് ഇത് സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന തീവ്രമായ കാലാവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. ഇനി ഇതിൽ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ സമുദ്രത്തിലെയും പ്രതിഭാസങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ വരുന്നുണ്ട്. അതായത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, കിഴക്കൻ പസഫിക് സമുദ്രത്തിൻ്റെ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. ഇത് മറ്റു പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ശീതജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്ത് എത്തുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് എൽനിനോ. അപ്പോൾ എൽനിനോ എന്ന് വെച്ചാൽ എന്താണ്? ശീതജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്തേക്ക് എത്തിക്കുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഒരു തുടർച്ചയാണ് എൽനിനോ എന്ന് പറയുന്നത്. ഈ പ്രവാഹങ്ങൾ പെറുവിയൻ തീരത്തെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. ഈ പ്രവാഹങ്ങൾ പെറുവിയൻ തീരത്തെ താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നുണ്ട്? 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നുണ്ട്. ഇവ മധ്യരേഖ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു, സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയാനിടവരുത്തുന്നു. അപ്പോൾ എൽനിനോ എന്ന് വെച്ചാൽ എന്താണ്? എൽനിനോ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരൾച്ചയ്ക്കും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമാകുന്നതാണ് എൽനിനോ. അതുപോലെ തന്നെ 1 മുതൽ 7 വർഷത്തിലൊരിക്കലേക്കാണ് ഇത് സംഭവിക്കാറുള്ളത്. പിന്നെന്താ പറയുന്നത്, സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവ രൂപപ്പെടുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിലാണ് അല്ലെ, ഉഷ്ണജല പ്രവാഹങ്ങളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ശീതജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട്, അപ്പോൾ ശീതജല പ്രവാഹം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പെറു ഹംബോൾട്ട് പ്രവാഹം എന്ന് പറയുന്നുണ്ട്. ഇവ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്ത് എത്തുന്ന മധ്യരേഖ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇവ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മധ്യരേഖ വായുചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു, സമുദ്രപ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയാനിടവരുത്തുന്നു. എൽനിനോ എന്ന വാക്കിനർത്ഥം എന്താണ്? ഉണ്ണിയേശു എന്നാണ്. കാരണം ഈ ജലപ്രവാഹം ഡിസംബറിൽ ക്രിസ്തുമസോടെയാണ് വന്നെത്തുന്നത്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ പെറുവിൽ ഡിസംബർ വേനൽക്കാല മാസമാണ്. അപ്പോൾ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നോക്കുകയാണെങ്കിൽ പെറുവിൽ അല്ലേ ഇത് രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡിസംബർ എന്ന് പറയുന്നത് വേനൽക്കാല മാസമാണ്. ഇന്ത്യയിൽ എൽനിനോ ദീർഘകാല മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. 1990-91 കാലത്ത് സംഭവിച്ച എൽനിനോ പ്രതിഭാസം ഇന്ത്യയുടെ ഏകദേശം മിക്ക ഭാഗങ്ങളിലും മൺസൂണിൻ്റെ ആരംഭം 5 മുതൽ 12 ദിവസത്തോളം വൈകിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനി മഴക്കാറ്റുകളും മഴയുടെ വിതരണവും. ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകൾ ലഭിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുകയും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തേത്. അപ്പോൾ ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകൾ വരുന്നുണ്ട്. ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുകയും ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് മഴയ്ക്ക് അതായത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നവയും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നവയാണ് ഒന്നെന്ന് പറയുന്നത്. ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ മഴ നൽകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് രണ്ടാമത്. അപ്പോൾ രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ അറബിക്കടൽ ശാഖയാണ് അല്ലേ. ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ മഴ നൽകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് രണ്ടാമത്. അപ്പോൾ ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുകയും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പശ്ചിമ തീരങ്ങളിൽ മഴ നൽകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ്. ഇനി പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും പർവ്വതവൃഷ്ടിയാണ്. എന്താണ്? പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും പർവ്വതവൃഷ്ടിയാണ്. കാരണം ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും തന്മൂലം മുകളിലേക്ക് ഉയരുന്ന ഈ കാറ്റിൽ നിന്ന് മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതുമൂലം മുകളിലേക്ക് ഉയരുന്ന കാറ്റിൽ നിന്ന് മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രത 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? പുറം കടൽ കാലാവസ്ഥാ സ്ഥിതികളും ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖാ ചുറ്റിപ്രവാഹത്തിൻ്റെ സ്ഥാനവും. പുറം കടൽ കാലാവസ്ഥാ സ്ഥിതികളും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖാ ചുറ്റിപ്രവാഹത്തിൻ്റെ സ്ഥാനവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? മഴക്കാറ്റുകളെ കുറിച്ച് പറഞ്ഞു. 2 തരം മഴക്കാറ്റുകളാണുള്ളത്.
അപ്പോൾ എന്താ പറയുന്നത്, 2 തരം മഴക്കാറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെടുന്നത്, രണ്ടാമത്തെയാണെങ്കിലും അറബിക്കടലിലാണ് രൂപപ്പെടുന്നത് അല്ലേ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നുണ്ട്, അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് മഴയ്ക്ക് കാരണമാകുന്നത്. ഇനി പശ്ചിമ തീരങ്ങളിൽ മഴ നൽകുന്നതാണ് ഏത് അറബിക്കടൽ ശാഖ അല്ലേ, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിൽ ആണ് മഴ ലഭിക്കുന്നത് അല്ലേ, അതായത് ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിലാണ് മഴ നൽകുന്നതിന് കാരണമാകുന്നത്. ഇനി എന്താ പറയുന്നത്, പശ്ചിമഘട്ടത്തിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും എന്താണ്, പർവ്വതവൃഷ്ടിയാണെന്ന് പറഞ്ഞു. കാരണം ഈ മഴക്കാറ്റിനെ ഈ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നുണ്ട്. തന്മൂലം തന്നെ മുകളിലേക്ക് ഉയരുന്ന ഈ കാറ്റിൽ നിന്നാണ് മഴ ലഭിക്കുന്നത്. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രത 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികൾ, രണ്ടാമത് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖാ ജെറ്റ് പ്രവാഹത്തിൻ്റെ സ്ഥാനം. പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികളും അതുപോലെ തന്നെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖാ ജെറ്റ് പ്രവാഹത്തിൻ്റെ സ്ഥാനവും. ഇനി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെ ആവൃത്തി ഓരോ വർഷവും വ്യത്യസ്തമാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെ ആവൃത്തി നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും വ്യത്യസ്തമാണ്. മൺസൂൺ തടം എന്നറിയപ്പെടുന്ന ITCZന്റെ സ്ഥാനമാണ് ഇന്ത്യയിലൂടെയുള്ള ഇത്തരം ചക്രവാതങ്ങളുടെ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. ITCZന്റെ സ്ഥാനമാണ് ഇന്ത്യയിലൂടെയുള്ള ഇത്തരം ചക്രവാതങ്ങളുടെ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. മൺസൂൺ തടത്തിൻ്റെ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ന്യൂനമർദ്ദങ്ങളുടെ സഞ്ചാരപാതയിലും ദിശയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ലഭിക്കുന്ന മഴയിലെ അളവും തീവ്രതയും വർഷം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പോൾ മൺസൂൺ തടത്തിൻ്റെ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ന്യൂനമർദ്ദങ്ങളുടെ സഞ്ചാരപാതയിലും ദിശയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലഭിക്കുന്ന മഴയിലെ അളവും തീവ്രതയും വർഷം മാറിക്കൊണ്ടിരിക്കുന്നു. തവണകളായി ലഭിക്കുന്ന മഴ പശ്ചിമ തീരങ്ങളിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും ഉത്തരേന്ത്യൻ സമതലത്തിലും ഉപദ്വീപ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് നിന്ന് വടക്കിഴക്ക് ഭാഗത്തേക്കും കുറഞ്ഞു വരുന്ന പ്രവണത കാണിക്കുന്നു. എന്താ പറയുന്നത്, തവണകളായിട്ടാണ് മഴ ലഭിക്കുന്നത്. പശ്ചിമ തീരങ്ങളിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും ഉത്തരേന്ത്യൻ സമതലത്തിലും ഉപദ്വീപ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് നിന്ന് വടക്കിഴക്ക് ഭാഗത്തേക്ക് കുറഞ്ഞു വരുന്ന പ്രവണത കാണിക്കുന്നു. നെക്സ്റ്റ്, മൺസൂൺ ഇടവേള. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് മഴ ലഭിച്ചതിന് ശേഷം ഒന്നോ അതിൽ കൂടുതൽ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നതിനാണ് മൺസൂൺ ഇടവേള എന്ന് പറയുന്നത്. അപ്പോൾ മൺസൂൺ ഇടവേള എന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നന്നായിട്ട് മഴ ലഭിച്ചതിന് ശേഷം കുറച്ച് നാൾക്ക് മഴ ലഭിക്കുന്നില്ല, അതിനെയാണ് മൺസൂൺ ഇടവേള എന്ന് പറയുന്നത്. മഴക്കാലങ്ങളിൽ ഇത്തരം വരണ്ട ഇടവേളകൾ സാധാരണമാണ്. വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ഇടവേളകൾ വ്യത്യസ്ത കാരണത്താലാണ് സംഭവിക്കുന്നത്. ഉത്തരേന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ITCZ അഥവാ മൺസൂൺ തടത്തിലൂടെ മഴക്കാറ്റുകൾ തുടർച്ചയായിട്ട് വീശാതിരുന്നാൽ ഇവിടെ മഴ ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകും. ഇനി പശ്ചിമ തീരങ്ങളിൽ മൺസൂൺ ഇടവേളകൾ ഉണ്ടാകുന്നത് മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായി വീശുമ്പോഴാണ്. ഉത്തരേന്ത്യൻ ഭാഗത്ത് ITCZ അഥവാ മൺസൂൺ തടത്തിലൂടെ മഴക്കാറ്റുകൾ തുടർച്ചയായി വീശാതിരുന്നാൽ ഇവിടെ മഴ ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകും. ഇനി പശ്ചിമ തീരങ്ങളിലാണെങ്കിലോ മൺസൂൺ ഇടവേളകൾ ഉണ്ടാകുന്ന മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായിട്ട് വീശുമ്പോഴാണ്. ഇനി എന്താണ് ഋതുക്കളുടെ താളക്രമം. ഋതുക്കളുടെ ചാക്രികമായ വാർഷിക ആവർത്തനത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ കാലാവസ്ഥയെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ 4 ഋതുക്കളായി തിരിച്ചിട്ടുണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. അപ്പോൾ ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നിങ്ങനെ 4 ഋതുക്കളാണുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 4 ഋതുക്കളുണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഇത് SCRTയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പോയിന്റ്സ് ഒക്കെ. ശൈത്യകാലം എന്ന് വെച്ചാൽ എന്താണ്, താപനില സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത്. നവംബർ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത്. ഡിസംബറും ജനുവരിയുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും തണുപ്പേറിയ മാസങ്ങൾ. ഡിസംബറും ജനുവരിയുമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും തണുപ്പേറിയ മാസങ്ങൾ. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ദൈനിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ദൈനിക ശരാശരി താപനില എത്രയാണ്, 21 ഡിഗ്രി സെൽഷ്യസിലും താഴെയാണ്. രാത്രികാല താപനില അതിലും കുറവായിരിക്കും. പലപ്പോഴും പഞ്ചാബിലും രാജസ്ഥാനിലും താപനില ഗരാങ്കത്തിലും താഴെയായിരിക്കും. ഇക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യത്തിന് മുഖ്യമായ 3 കാരണങ്ങളാണുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്, സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത്. ഡിസംബറും ജനുവരിയുമാണ് നല്ല തണുപ്പുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൈനിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. രാത്രികാല താപനില അതിലും കുറവാണ്. പലപ്പോഴും പഞ്ചാബിലും രാജസ്ഥാനിലും താപനില ഗരാങ്കത്തിലും താഴെയാണ്. ഇനി 3 കാരണങ്ങൾ കൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ അതിശൈത്യത്തിന് കാരണമാകുന്നത്. എന്തൊക്കെയാണ് 3 കാരണങ്ങളാണ്.
സമുദ്രതീരത്തിനെ മിതപ്പെടുത്തുന്ന സ്വാധീനത്തിൽ നിന്നും അകലെയായതിനാൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ വൻകര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സമുദ്രതീരത്തിൻ്റെ മിതപ്പെടുത്തുന്ന സ്വാധീനത്തിൽ നിന്നും അകലെയായതിനാൽ തന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ എന്താണ് വൻകര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സമീപത്തുള്ള ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകുന്നു. സമീപത്തുള്ള ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട്. ഇനി ഫെബ്രുവരി മാസത്തോടെ കാസ്പിയൻ കടൽ പ്രദേശത്തു നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും വരുന്ന ശീതക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ശീതതരംഗം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ സമുദ്രതീരത്തിൻ്റെ മിതപ്പെടുത്തുന്ന സ്വാധീനത്തിൽ നിന്നും അകലെയായതിനാൽ തന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ വൻകര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സമീപത്തുള്ള ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തോടെ കാസ്പിയൻ കടൽ പ്രദേശത്തു നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്നും വരുന്ന ശീതക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ശീതതരംഗം, ഹിമം, മൂടൽമഞ്ഞ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനി മൺസൂണിനെ അറിയാൻ. കരയിലും കടലിലും അന്തരീക്ഷത്തിലും നിന്ന് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളെ ആധാരമാക്കി മൺസൂണിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതിയും മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. ഇനി വടക്കൻ ആസ്ട്രേലിയയിലെ പോർട്ട് ഡാർവിനിലെയും കിഴക്കൻ പസഫിക്കിലെ ഫ്രഞ്ച് പോളിനേഷ്യയിൽ ഉൾപ്പെടുന്ന തഹ്തിയിലെയും അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസം കണക്കാക്കുക വഴി ദക്ഷിണ ആന്ദോളനത്തിൻ്റെ ഭാഗമായ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ തീവ്രത കണക്കാക്കാനായിട്ട് പറ്റും അല്ലേ. 16 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് മൺസൂണിൻ്റെ സ്വഭാവം പ്രവചിക്കാനും സാധിക്കും. ഇനി ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ശൈത്യകാലം കൃത്യമായിട്ട് അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യം മൂലവും ഭൂമധ്യരേഖയോടടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാലും തീരപ്രദേശങ്ങളിൽ താപവിതരണത്തിൽ കാര്യമായ കാലിക വ്യതിയാനം അനുഭവപ്പെടുന്നില്ല. എന്ന് പറയുന്നത് ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ശൈത്യകാലം കൃത്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. സമുദ്ര സാമീപ്യം മൂലവും ഭൂമധ്യരേഖയോടടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാലും തീരപ്രദേശങ്ങളിൽ താപവിതരണത്തിൽ കാര്യമായ കാലിക വ്യതിയാനം അനുഭവപ്പെടുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് ശരാശരി ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജൂൺ മാസത്തിലോ ഇത് 29.5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ കാലയളവിൽ പശ്ചിമഘട്ടത്തിലെ കുന്നിൻ പ്രദേശങ്ങളിൽ താപനില താരതമ്യേന കുറവായിരിക്കും. നെക്സ്റ്റ് മർദ്ദവും കാറ്റുകളും. ഡിസംബർ അവസാനത്തോടെ സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ എത്തുന്നു. ഡിസംബർ അവസാനത്തിൽ സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ എത്തുന്നുണ്ട്. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശക്തി കുറഞ്ഞ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ അന്തരീക്ഷ മർദ്ദം അല്പം കുറവായിരിക്കും. 1019 മില്ലിബാർ സമ്മർദ്ദരേഖ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെയും 1013 മില്ലിബാർ സമ്മർദ്ദരേഖ ഇന്ത്യക്ക് തെക്ക് ഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്നു. എന്താ പറയുന്നത്? 1019 മില്ലിബാർ സമ്മർദ്ദരേഖ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു. 1013 മില്ലിബാർ സമ്മർദ്ദരേഖ ഇന്ത്യക്ക് തെക്ക് ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഡിസംബർ അവസാനത്തോടെ സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിലേക്ക് വരും അല്ലേ. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശക്തി കുറഞ്ഞ ഉച്ചമർദ്ദ മേഖലയാണ് രൂപപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറവാണ്. ഇനി ഇതിൻ്റെ ഫലമായി വടക്ക് പടിഞ്ഞാറൻ ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നു. ഇതിന്റെ ഫലമായി വടക്ക് പടിഞ്ഞാറൻ ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നു. കുറഞ്ഞ മർദ്ദ വ്യതിയാനം മൂലം വേഗത കുറഞ്ഞ മൃദുവായ കാറ്റ് ഏകദേശം മണിക്കൂറിൽ 3 മുതൽ 5 കിലോമീറ്റർ വരെ വേഗതയിൽ പുറത്തേക്ക് വീശുന്നു. കുറഞ്ഞ മർദ്ദ വ്യതിയാനം മൂലം വേഗത കുറഞ്ഞ മൃദുവായ കാറ്റ് ഏകദേശം 3 മുതൽ 5 കിലോമീറ്റർ വേഗതയിൽ പുറത്തേക്ക് വീശുന്നുണ്ട്. ഇനി പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി വലിയ തോതിൽ കാറ്റിൻ്റെ വേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഗംഗാ താഴ്വരയിൽ ഇവ പടിഞ്ഞാറൻ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകളാണ്. അതായത് ഗംഗാ താഴ്വരയിൽ നോക്കുകയാണെങ്കിൽ ഇവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വടക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ എന്നാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്ത് ഇവ വടക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. ബംഗാൾ ഉൾക്കടൽ ഭാഗത്ത് ഭൂപ്രകൃതി സ്വാധീനമില്ലാത്തതിനാൽ ഇവ വ്യക്തമായി വടക്ക് കിഴക്ക് ദിശയിൽ വീശുന്നു. അപ്പം വടക്ക് പടിഞ്ഞാറൻ കാറ്റുകളാണ് ഗംഗാ താഴ്വരയിൽ നോക്കുകയാണെങ്കിൽ. ഇനി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്ത് ഇവ വടക്ക് ദിശയിലാണ് വീശുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തോ ഭൂപ്രകൃതിക്ക് സ്വാധീനമില്ല. അതിനാൽ തന്നെ ഇവ വ്യക്തമായി വടക്ക് കിഴക്ക് ദിശയിലാണ് വീശുന്നത്. ശൈത്യകാലത്ത് ഇന്ത്യയിൽ പ്രസന്നമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ്? പ്രസന്നമായ കാലാവസ്ഥയാണ്. ഇത്തരം പ്രസന്നമായ കാലാവസ്ഥയെ ചില ചക്രവാതങ്ങൾ അസ്ഥിരപ്പെടുത്തുന്നു. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് രൂപപ്പെടുന്ന ഇവ കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് പശ്ചിമേഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ താണ്ടി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. എന്താ പറയുന്നത്?
ഈ കാലാവസ്ഥ ചില ചക്രവാതങ്ങൾ ചില ചക്രവാതങ്ങൾ അസ്ഥിരപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഇത്രയും പ്രസന്നമായ കാലാവസ്ഥയെ ചില ചക്രവാതങ്ങൾ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് രൂപപ്പെടുന്ന ഇവ കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് പശ്ചിമേഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ താണ്ടി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നു. ചക്രവാതങ്ങൾ അവയുടെ സഞ്ചാരത്തിനിടയിൽ വടക്ക് കാസ്പിയൻ കടലിൽ നിന്നും തെക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഈർപ്പം സമ്പുഷ്ടമാക്കുന്നു. ഈ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് നയിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങളുടെ പങ്കുണ്ടെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മർദ്ദവും കാറ്റുകളും ഡിസംബർ അവസാനമാകുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണാരേഖയ്ക്ക് മുകളിലാണ്. അതിനാൽ തന്നെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ശക്തി കുറഞ്ഞ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും, ദക്ഷിണേന്ത്യയിൽ അന്തരീക്ഷമർദ്ദം വളരെ കുറവാണ്. അതിനുശേഷം ഈ ഒരു സമ്മർദ്ദ രേഖ ഇന്ത്യക്ക് തെക്ക് ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് വടക്ക് പടിഞ്ഞാറൻ ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് കാറ്റ് വീശുന്നു. കുറഞ്ഞ വ്യതിയാനം മൂലം 3 മുതൽ 5 കിലോമീറ്റർ വേഗതയിൽ പുറത്തേക്കാണ് വീശുന്നത്. അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഗംഗാ താഴ്വരയിലാണെന്നുണ്ടെങ്കിലോ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകളാണ്. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണെങ്കിൽ വടക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. ബംഗാൾ ഉൾക്കടൽ ഭാഗത്താണെങ്കിലോ ഭൂപ്രകൃതി സ്വാധീനമില്ല, അതിനാൽ തന്നെ വടക്ക് കിഴക്ക് ദിശയിലാണ് വീശുന്നത്. ഇനി ശൈത്യകാലത്ത് ഇന്ത്യയിൽ പ്രസന്നമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. ഇത്തരം പ്രസന്നമായുള്ള കാലാവസ്ഥയെ ആരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്, ചില ചക്രവാതങ്ങൾ അല്ലേ. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് രൂപപ്പെടുന്ന ഇവ കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് പശ്ചിമേഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ താണ്ടി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ എത്തിച്ചേരുന്നുണ്ട്. ചക്രവാതങ്ങൾ അവയുടെ സഞ്ചാരത്തിനിടയിൽ വടക്ക് കാസ്പിയൻ കടലിൽ നിന്നും തെക്ക് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഈർപ്പം സമ്പുഷ്ടമാക്കുന്നു. നെക്സ്റ്റ്, മഴ ലഭ്യത. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതിനാൽ ശീതകാല മൺസൂൺ കാറ്റ് മഴയ്ക്ക് കാരണമാകുന്നില്ല. എന്താ പറയുന്നത്, കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതിനാൽ തന്നെ ശീതകാല മൺസൂൺ കാറ്റ് മഴയ്ക്ക് കാരണമാകില്ല. ഇതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി, ഇവയിൽ വളരെ കുറച്ച് ആർദ്രത മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. രണ്ടാമതായിട്ട്, കരയിലെ പ്രതിചക്രവാതങ്ങൾ ഇവയിൽ മഴയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. ഒന്നാമത്, വളരെ കുറച്ച് ആർദ്രത മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. രണ്ടാമത്, കരയിലെ പ്രതിചക്രവാതങ്ങൾ മഴയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. അതിനാൽ ഇന്ത്യയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്ത് നിന്നും വരുന്ന ശക്തി കുറഞ്ഞ മിതോഷ്ണ ചക്രവാതങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, പശ്ചിമ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മഴയ്ക്ക് കാരണമാക്കുന്നു. എന്താ പറയുന്നത്, മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്ത് നിന്നും വരുന്ന ശക്തി കുറഞ്ഞ മിതോഷ്ണ ചക്രവാതങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, പശ്ചിമ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മഴയ്ക്ക് കാരണമാക്കുന്നു. മഴയുടെ അളവ് കുറവാണെങ്കിൽ പോലും ഇവ റാബി വിളകൾക്ക് അത്യന്തം ഗുണകരമാണ്. ഇനി ഹിമാലയ പർവ്വത ഭാഗത്ത് വർഷണം മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലായിരിക്കും. ഹിമാലയ പർവ്വത ഭാഗത്ത് വർഷണം മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ്. ഹിമാലയ നദികളിൽ വേനൽക്കാലത്തും നീരൊഴുക്ക് നിലനിർത്തുന്നത് ഈ മഞ്ഞ് വീഴ്ച മൂലമാണ്. ഹിമാലയ നദികളിൽ വേനൽക്കാലത്തും നീരൊഴുക്കുണ്ടാകുന്നതിന് കാരണം എന്താണ്, മഞ്ഞ് വീഴ്ചയാണ്. സമതലങ്ങളിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും പർവ്വത പ്രദേശങ്ങളിൽ വടക്ക് നിന്നും തെക്ക് ദിശയിലേക്ക് വർഷണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഉദാഹരണത്തിന്, ഡൽഹിയിൽ ശൈത്യകാല വർഷപാതം ഏകദേശം 53 മില്ലിമീറ്ററാണ്. പഞ്ചാബിലും ബീഹാറിലും ഇത് യഥാക്രമം 25 മില്ലിമീറ്ററിനും 18 മില്ലിമീറ്ററിനും ഇടയിലായിരിക്കും. അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്ത് നിന്നും വരുന്ന ശക്തി കുറഞ്ഞ മിതോഷ്ണ ചക്രവാതങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി മഴയുടെ അളവ് കുറവാണെങ്കിൽ പോലും ഇവ റാബി വിളയ്ക്ക് ഗുണകരമാണ്. ഹിമാലയ പർവ്വത ഭാഗത്ത് എപ്പോഴും മഞ്ഞ് വീഴ്ച ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ അവിടെ വറ്റാത്ത നദികളാണ് ഹിമാലയൻ പ്രദേശങ്ങൾ. അതായത് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് വറ്റാത്ത നദികളാണ്. സമതലങ്ങളിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും പർവ്വത പ്രദേശങ്ങളിൽ വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കും വർഷണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. ഇനി മധ്യ ഇന്ത്യയിലും തെക്കൻ ഉപദ്വീപ് ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലും ശൈത്യകാലങ്ങളിൽ മഴ ഉണ്ടാകാറുണ്ട്. മധ്യ ഇന്ത്യയിലും തെക്കൻ ഉപദ്വീപ് ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലും എന്തുണ്ടാകാറുണ്ട്, ശൈത്യകാലങ്ങളിൽ മഴ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ അരുണാചൽ പ്രദേശിലും അസമിലും ശീതകാല മാസങ്ങളിൽ 25 മില്ലിമീറ്ററിനും 50 മില്ലിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ അരുണാചൽ പ്രദേശിലും അസമിലും ശീതകാല മാസങ്ങളിൽ 25 മുതൽ 50 മില്ലിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്നുണ്ട്. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈർപ്പം ഉൾക്കൊള്ളുകയും തമിഴ്നാട് തീരങ്ങൾ, ആന്ധ്രാപ്രദേശിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ, കർണാടകത്തിൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈർപ്പം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ തമിഴ്നാട് തീരങ്ങൾ, ആന്ധ്രാപ്രദേശ് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ, കർണാടകത്തിൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയ്ക്കും കാരണമാകുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ശൈത്യകാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഉഷ്ണകാലമാണ്. ഉഷ്ണകാലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.